ഈ ബ്ലാക്ക് അംബാസഡർ കാർ കണ്ട് വളരെ പ്രചോദിതനായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ, എന്നിട്ട് ഇന്ന് ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം ഞാൻ വന്ന് ബെൻസില. അതെ. പക്ഷെ അതും ഒരു പാടല്ലേ. ഞാനന്ന് ഈ എല്ലാവരോടും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ ഏത് വലിയ ആളായാലും നമ്മൾ ഔട്ടായി പോകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അംബാസഡർ കാർ. ഞാൻ അംബാസഡർ കാർ മോഹിച്ച് ബിസിനസ്സുകാരനായി, ഞാനൊരു അംബാസഡർ കാർ മേടിക്കാൻ പ്രാപ്തനായി. പക്ഷേ അന്നേരം എനിക്കൊരു അംബാസഡർ കാർ വിൽക്കാൻ അംബാസഡർ കാറെ കൊണ്ട് പറ്റിയില്ല. നമ്മൾ പഠിച്ചിരിക്കേണ്ട പാടല്ലേ. ഇന്ത്യയിൽ 2% താഴെ മാത്രം ആൾക്കാർ കാറ് മേടിച്ചിരുന്ന കാലത്ത് 98% കാറും അംബാസഡറുടെ കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ പോലും ഇന്നത്തെ ഡാറ്റ അനുസരിച്ച് 14% ആൾക്കാർ കാറിൻ്റെ സ്വന്തക്കാരാണ്. ഈ 14% ആൾക്കാർ കേരളത്തിൽ കാർ മേടിക്കാൻ പ്രാപ്തരായപ്പോൾ ഒരു കാർ വിൽക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല എന്നത് നമ്മൾ ജീവിതത്തിലും ബിസിനസ്സിലും പഠിച്ചിരിക്കേണ്ട പാടാണ്. അതെ അതെ, സമയത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ളത് റിയാലിറ്റിയാണ്. നോക്കിയക്കും ബ്ലാക്ക് ബെറിക്കും കൊഡാക്ക് ക്യാമറക്കൊക്കെ സംഭവിച്ചത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്.